മലപ്പുറം വളാഞ്ചേരി ചോറ്റൂരിൽ കൊല്ലപ്പെട്ട സുബീറ ഫർഗത്തിന്റെ മൃതശരീരം ഖബറടക്കി. കഞ്ഞിപ്പുര ചോറ്റൂർ ജുമാ മസ്ജിദിലാണ് നമസ്കാരം, ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. സുബീറ ഫർഹത്ത് എന്ന രക്തസാക്ഷിയായ ആ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം 6 അടി മണ്ണിൽ ഖബറടക്കി. എല്ലാവിധ മത ആചാരങ്ങളും പാലിച്ചുകൊണ്ടാണ് സുബീറ ഫർഹത്ത് എന്ന ആ മാലാഖയെ, ഒരു നരാധമൻ്റെ 3.5 പവൻ മോഷ്ടിക്കാൻ വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന ആ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം പള്ളിക്കാട്ടിൽ ഖബറടക്കിയത്. ആ പെൺകുട്ടിക്ക് വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ആ പെൺകുട്ടി 6 അടി മണ്ണിലേക്ക് പോയത്. ആ വീട്ടുകാർക്ക് ഒരു നോക്ക് അവസാനമായിട്ട് സ്വന്തം മകളുടെ മുഖം കാണാൻ പോലുമുള്ള ഒരവസരം ഉണ്ടായിരുന്നില്ല. ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തപ്പോൾ തന്നെ പോലീസ് ചോദിച്ചതാണ്, ഇത്തരത്തിലുള്ള ഏതാനും മൃതദേഹത്തിൻ്റെ പാർട്സുകൾ മാത്രമാണ് ശരിക്ക് കിട്ടിയിരുന്നത്, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മണ്ണോട് ചേർന്ന് ദ്രവിച്ചു പോയിരുന്നു. നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് കുറച്ചു ഭാഗങ്ങൾ വേണമെങ്കിൽ മതാചാരപ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ പരിശോധനകളും കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം മുഴുവനായി കഴിഞ്ഞ് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ആ മൃതദേഹം കിട്ടിയാൽ അതായിരിക്കും ഞങ്ങൾക്ക് സന്തോഷമെന്ന് വീട്ടുകാർ അറിയിച്ചപ്പോൾ കഴിഞ്ഞ ദിവസമാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആ മൃതദേഹം ആ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തത്. എല്ലാവിധ ആചാരങ്ങളോടെയും മതപ്രാർത്ഥനകളോടെയും ഇനി സുബീറ ഫർഹത്ത് എന്ന പെൺകുട്ടി ഈ ഒരു ക്രൂരതയുടെ ലോകത്തു നിന്നും ശാശ്വതമായ ഖബറിലേക്ക്, സ്വർഗത്തിലേക്ക് നമ്മിൽ നിന്ന് യാത്ര പോയിരിക്കുന്നു. ഇവിടെ നമുക്ക് മുന്നിലുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ഈ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞ ആ നരാധമൻ്റെ പേര് പറയാൻ പോലും ഞാനിപ്പോൾ മടിക്കുകയാണ്. കാരണം ഇതിനു മുൻപ് ചെയ്ത 2 വീഡിയോകളിലും പൊതു സമൂഹത്തിൻ്റെ പ്രതിഷേധം തക്കതായിട്ട് ശക്തമായിട്ട് ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ്. അവനെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന 100 കണക്കിന് ആളുകളാണ് അത്തരം വീഡിയോകൾക്ക് മുന്നിൽ കമൻറ്റ് ചെയ്യുന്നത്. കമൻറ്റ് ചെയ്യാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഒരുപാടുണ്ട്. ആ നരാധമന് വേണ്ടി കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ശിക്ഷ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നിസ്സഹായരായ നമുക്ക് കഴിയും. അവൻ്റെ തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയാക്കിയത്. അവൻ ആ പെൺകുട്ടിയുടെ ഹാൻഡ് ബാഗും ഡ്രസ്സും എല്ലാം കണ്ടെടുത്തു. ഇനി പോലീസുകാർക്ക് മുൻപിലുള്ളത് അള്ളാഹുവിന് ചെയ്യാനുള്ളത് അള്ളാഹു ചെയ്യും, പടച്ചോന് ചെയ്യാനുള്ളത് പടച്ചോൻ ചെയ്യും. പക്ഷേ പടപ്പുകൾക്ക് ചെയ്യാനുള്ളതാണ്. അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രോസിക്യൂട്ടറും അതേപോലെ പോലീസുമാണ് ചെയ്യേണ്ടത്. കാരണം പരമാവധി ഇവൻക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കിട്ടാൻ, വധശിക്ഷ കിട്ടാനുള്ള നിയമങ്ങളും വകുപ്പുകളും ചേർത്തുകൊണ്ട് അവനെ ശരിക്ക് കത്രിക പൂട്ടണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്ന് ആ കൊലപാതകങ്ങളിലെ പ്രതികളെല്ലാം എത്ര നിർഭയമാണ് പിന്നീട് പരോളിലും മറ്റും ഇറങ്ങി സുഖജീവിതം കഴിക്കുന്നത്. ഇതുപോലെയൊരു നോമ്പിൻ്റെ ദിവസം പെരുന്നാൾ ഡ്രസ്സ് വാങ്ങാനെന്ന് പറഞ്ഞ് മുക്കത്ത് നിന്ന് പോയ ഒരു വീട്ടമ്മയെയും മക്കളെയും
പുഴയിലെറിഞ്ഞ് കൊന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. ജാമ്യത്തിലിറങ്ങി അയാൾ മുങ്ങി. ഒരിക്കൽ പോലും പിന്നെ അയാളെ പിടികിട്ടിയിട്ടില്ല. നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇങ്ങനെയാണ്. കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്ത അതിലെ പ്രതിയായ മുഹമ്മദിനെ പിന്നീട് കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്. പക്ഷേ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ഈ മുഹമ്മദിനെ വിളിച്ചു വരുത്തി വെടിവെച്ചു കൊന്ന് തക്കതായ ശിക്ഷ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം നേർക്കുനേരെ സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു, ഇനി എനിക്ക് അഭിമാനത്തോടു കൂടി എനിക്കിനി ജയിലിൽ കഴിയാം, എൻ്റെ മകളെ കൊന്നു തള്ളിയവനെ ഞാൻ കൊന്നിരിക്കുന്നുവെന്ന്. അത്തരമൊരവസ്ഥ ഒരിക്കലും ഈ ഒരു കേസിനുണ്ടാവരുത്. ഇവൻ്റെ തെളിവെടുപ്പിൽ ഇവൻ വളരെ കൂളായിക്കൊണ്ടാണ് നടക്കുന്നത്. ഇവൻ ആ തെളിവെടുപ്പ് പൂർത്തിയായി. ഇനി ഇവനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വീണ്ടും ഇവൻ സബ് ജയിലിലേക്ക് പോവുകയാണ്. ആ തക്കതായ എല്ലാവിധ വകുപ്പുകളും ചേർത്തുകൊണ്ട് തക്കതായ ശിക്ഷ കിട്ടണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയും നമ്മുടെയൊക്കെ ആഗ്രഹവും അങ്ങനെയാണ്. പക്ഷേ മുൻപുള്ള പല കേസുകളിലും സമാനമായ പല കേസുകളിലുമൊക്കെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ കുറ്റവാളികളൊക്കെ അവരൊക്കെ എന്താകുന്നു എന്നും നമ്മൾ അറിയാറില്ല. അവരൊക്കെ ചെറിയ വകുപ്പുകൾ ചേർത്തുകൊണ്ട് പതുക്കെ രക്ഷപ്പെടും. എത്ര വന്നാലും ഇനി ആ കുട്ടിയുള്ളത് 6 അടി മണ്ണിലാണ്. നമുക്ക് ഈ റമദാൻ്റെ പവിത്രത കൊണ്ട് അവരുടെ ഖബർ വിശാലമാക്കാനും അവരെ സ്വർഗ്ഗത്തോപ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ബർക്കത്ത് കൊണ്ട്, രക്തസാക്ഷിയായ ആ പെൺകുട്ടിയുടെ ബർക്കത്ത് കൊണ്ട്, ഈ റമദാനിൻ്റെ 2ാമത്തെ 10ൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളും ഇതുപോലെ സ്വർഗത്തിലെത്താൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ഇതുപോലെ ഒരു ദുരന്തം ഇനി ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുതേ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയും ആഗ്രഹവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.